ഫ്രണ്ട്ഷിപ്പിന്റെ വലിപ്പവും മഹത്വവും അതിന്റെ ആത്മാർത്ഥതയും അതിന്റെ വിശുദ്ധിയും അതിന്റെ ഔന്നിത്യവും അറിയണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനും തമ്മിലുള്ള ആ ഫ്രണ്ട്ഷിപ്പ് ഒന്ന് നമ്മുടെ പുതിയ ന്യൂ ജൻ സമൂഹം, നമ്മുടെ കുട്ടികളൊന്ന് പഠിച്ചാൽ മതി. ആ കൂട്ടുകെട്ട് അത് എപ്പോൾ തുടങ്ങിയ കൂട്ടുകെട്ടാണ്? മക്കയിൽ അവരുടെ കളിപ്രായം മുതലുള്ള കളിക്കൂട്ടുകാരാണ് ഇവർ രണ്ടുപേരും. അവരുടെ ബാല്യം, അവരുടെ കൗമാരം, അവരുടെ യൗവനം, അവരുടെ മധ്യവയസ്സ് വരെ, മരണം വരെ നീണ്ടുനിന്ന അതിസുന്ദരമായ മാതൃകായോഗ്യമായ കൂട്ടുകെട്ടാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ കൂട്ടുകാരനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനെ ഇസ്രാ മിഅ്റാജ് ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം കൂവി കളിയാക്കിയപ്പോൾ തൊട്ടകലെ മാറി നിൽക്കുന്ന അബൂബക്കറിന്റെ അടുക്കലേക്കാണ് ഒരു മുശ്രിക്ക് പോയി പറഞ്ഞത്, നിന്റെ കൂട്ടുകാരൻ എന്തൊക്കെ വിഡിതമാണ് പറയുന്നത്. ഒരു രാത്രി കൊണ്ട് അവിടെ ബൈത്തുൽ മുഖദ്ദസ് പോയി ഒന്ന്, ഒരു രാത്രി കൊണ്ട് ആകാശയാത്ര നടത്തിയെന്ന്. ഇനിയും ഈ മുഹമ്മദിനെ ഒഴിവാക്കാൻ നിനക്ക് സമയമായില്ലേ അബൂബക്കറെ എന്ന ചോദ്യത്തിന് ഒറ്റ ചോദ്യമേ അബൂബക്കർ ചോദിച്ചുള്ളൂ, പറഞ്ഞത് മുഹമ്മദ് നബിയാണോ? പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മുഹമ്മദ് നബിയാണോ? അതെ, എങ്കിൽ ഞാൻ വിശ്വസിച്ചു എന്നാണ്. ആളുകൾ മുഴുവൻ കൂവി കളിയാക്കുന്ന സമയത്ത് അബൂബക്കറിന്റെ വരവ് കണ്ട് പ്രതീക്ഷിച്ച് നിൽക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാം. അബൂബക്കർ അടുത്തവേ നബി ചാടി എഴുന്നേറ്റ് അബൂബക്കറിന്റെ അടുക്കൽ പോവാണ്. നബിനെ കണ്ട ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുവിന്റെ റസൂലേ, അങ്ങ് പറഞ്ഞതിലെല്ലാം ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു, അള്ളാഹുവാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. നബി കണ്ട് കെട്ടിപ്പിടിച്ചു എന്നാണ് അബൂബക്കറിനെ. ആ കണ്ണ് നിറഞ്ഞു എന്നാണ് സന്തോഷം കൊണ്ട്. ഇതാണ് കൂട്ടുകാരൻ. ആ കൂട്ടുകാരനെയാണ് ചരിത്രം പിന്നീട് സിദ്ദീഖ്